എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്വന്തം കഥയാണ്. കാരണം ഞാനും ഒരു റീറ്റെയിലറായിരുന്നു, അല്ലെങ്കിൽ ഞാനും ഒരു സെയിൽസ്മാൻ ആയിരുന്നു, ഞാനും ഒരു ഷോപ്പ് കീപ്പറായിരുന്നു. അപ്പോൾ ആ രൂപത്തിലാണ് ഞാനും കടന്നു വരുന്നത്. നമുക്ക് ലാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സിന് ആവശ്യമുണ്ട്. ശരിക്കും ഈ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരമുള്ള മേഖലയിൽ നമ്മൾ ട്രെയിൻഡായി മാറുക എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അനേക സാധ്യതകളാണ് ഇന്ത്യയിലുടനീളം. അത് റിലയൻസ് ആയാലും, അത് ഡിമാർട്ട് ആയാലും, ഈവൻ ടാറ്റൻ്റെ തന്നെ വെസ്റ്റ് സൈഡ്, സുഡിയോ പോലത്തെ ഒരു പറ്റ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ടാറ്റൻ്റെ ടെനിസ്ക് പോലുള്ള ബ്രാൻഡുകളായാലും, ഇനി മലബാർ ഗോൾഡ് പോലുള്ള സ്ഥാപനങ്ങളായാലും, ഇനി കല്യാണം പോലുള്ള സ്ഥാപനങ്ങളായാലും, നമുക്കറിയാവുന്ന എല്ലാ ബ്രാൻഡുകൾക്കും ആൾക്കാർ ആവശ്യം. റിക്വയർമെൻറ്റ് ഹ്യൂജാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള, നല്ല രീതിയിലുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യും. ഇത്രയധികം ബ്രാൻഡുകൾ ജനറേറ്റ് ചെയ്ത ഈ മേഖലയിൽ ഏതൊരു ബ്രാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരു ചെറിയ റീറ്റെയിലർക്ക് വലിയ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ പറ്റുന്ന സൃഷ്ടിച്ച ഒരു പറ്റം എക്സാമ്പിളുകൾ ഈ നാട്ടിലേക്ക്, റീറ്റെയിൽ മേഖലയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഇന്ത്യയിൽ ഉടനീളം പടർന്ന് പന്തലിക്കുന്ന ഓർഗനൈസ്ഡ് സെക്ടർ വലിയ രീതിയിൽ ഗ്രോത്തുള്ള ഈ മേഖലയിലേക്ക് നിങ്ങൾ സ്കിൽഫുൾ ആകാൻ വേണ്ടിയിട്ട് തീർച്ചയായും ശ്രമിക്കണം. എല്ലാ വീട്ടിലും ഈ മേഖലയിലുള്ള ആൾക്കാർ ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.